ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യത്തെപ്പറ്റി നോക്കാം. നമുക്കറിയാം, നമ്മളിൽ കുറേ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് നമ്മുടെ വയറിലാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ ഒരു വയറിൽ ഇങ്ങനെ ഭക്ഷണത്തെ ദഹിപ്പിക്കുവാനായി സഹായിക്കുന്ന ഒരു ആസിഡ് കൂടിയുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡാണത്. പക്ഷേ ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിന് നമ്മുടെ വയറിനെ പോലും ദഹിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. ഇത് ഒഴിവാക്കുവാനായി നമ്മുടെ വയറിൽ തന്നെയുള്ളൊരു സംവിധാനമാണ് മ്യൂക്കസ് ലൈനിങ്. അപ്പോൾ ഈ ഒരു മ്യൂക്കസ് ലൈനിങ്ങിന് പോലും എന്നേക്കുമായി ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിനെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ? ശരിയാണ്. നമ്മുടെ ഈ ഒരു മ്യൂക്കസ് ലൈനിങ്ങിന് പോലും എന്നേക്കുമായി ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിനെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ 3-4 ദിവസങ്ങൾ കൂടുമ്പോൾ നമ്മുടെ വയറിനുള്ളിലുള്ള പഴയ മ്യൂക്കസ് ലൈനിങ് പോയി പുതിയ മ്യൂക്കസ് ലൈനിങ് വരുന്നു. അതുകൊണ്ടാണ് എന്നേക്കുമായി നമുക്ക് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിനെതിരെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത് നമ്മുടെ വയറിനെ ദഹിപ്പിക്കുന്നത് നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു. ഇങ്ങനൊരു പുതിയ അറിവായിരുന്നു എങ്കിൽ നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാതെയും പോകരുത്. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്.